നിങ്ങൾ ഈ ഓഫീസ് മുമ്പ് ബോംബെയിലായിരിക്കുമല്ലോ തുടങ്ങിയത്? അതെവിടെയായിരുന്നു ബോംബെയിൽ? അതവിടെ കോട്ടങ്കിരി എന്ന് പറഞ്ഞ സ്ഥലം. കോട്ടങ്കിരി. അവിടെ നല്ല തിരക്ക് പിടിച്ച സ്ഥലം. അവിടെ നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ്. പിന്നെ ഈ ബോംബെ ഉറങ്ങാത്ത നഗരമാണല്ലോ. അതെ, അവിടെ എവിടെ എന്നുണ്ടെങ്കിൽ രാത്രി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് 10-11 മണിക്ക് ശേഷം ടൗണിലൊന്നും ഒന്നും എവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ ആയി കഴിഞ്ഞാൽ 3 മണി 4 മണി 5 മണി ആയി കഴിഞ്ഞെങ്കിലും ഒരാൾക്കും ഒരു ഇതും വരും, ഒരു പേടിയില്ല, ധൈര്യമായിട്ട് സ്ത്രീകളും കൂടെ ഒരു രാത്രി 11-12 മണിയാകുമ്പോഴും ഇവിടെ കൂളായിട്ട് നാട്ടിലാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുമോ? ആ ഒരു ഇതാണ്. ഇപ്പോൾ ബോംബെ എന്ന് പറഞ്ഞാൽ വലിയ മഹാനഗരമാണ്. പക്ഷേ അതിന് ആൾക്കാർക്ക് ഒരാൾക്കും ഒരു സ്ത്രീ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടിയും വേണ്ട. പിന്നീട് ഈ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒത്തിരി മലയാളീസ് ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ മറാഠിയൻസിന് മറ്റുള്ള ഒരാൾ നല്ല രീതിയിൽ വരുമ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റുള്ള ആൾ കയറി വരുമ്പോൾ തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് അത് ദേഷ്യം വരാറുണ്ട്. ആ ദേഷ്യത്തിനാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഗുണ്ടായിസം. ഗുണ്ടായിസം എന്നല്ല, അവരെ ഏരിയയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ കേരളത്തിൽ ഒരു പുറത്തുള്ളൊരു UP-കാരൻ വന്നു, അല്ലെങ്കിൽ ഒരു മഹാരാഷ്ട്രക്കാരൻ വന്നു. അപ്പോൾ നമ്മളവിടുത്തെ ജന്മികളാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ നമ്മളെ വിലയില്ലാതാക്കിയിട്ട് അവർ വാഴുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ വിടൂല. പിന്നെ ഈ നഗരത്തിൽ, ഈ നവി മുംബൈയിൽ ഏത് രീതിയിലുള്ള ബിസിനസ്സുകളാണ് ജാസ്തി നടക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞെങ്കിലും അവർക്ക് ഏത് ബിസിനസ്സും ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഏജൻസികൾ, ട്രാവൽസുകൾ, എല്ലാ ട്രാവൽസുകളും മറ്റേ എന്ത് കച്ചവടം ഇവിടെ ചെയ്തു കഴിഞ്ഞെങ്കിലും ഒരാളും വിജയിക്കാതെ ഇരുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ലോറികളെല്ലാം വരുന്ന ഇപ്പോൾ പൈനാപ്പിൾ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തുണി ഐറ്റം, ചപ്പൽസ്, എല്ലാ റബ്ബർ ഐറ്റം. അല്ല, നമ്മളിപ്പോൾ ഗോദ്രേജ് കമ്പനി ഇവിടെ വിക്രോളിയിൽ ഗോദ്രേജ് എൻ്റെ ഒരു കമ്പനിയുണ്ട്. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് ഒരു സാധനം റെഡിയായി കഴിഞ്ഞാൽ അവർ ട്രാൻസ്പോർട്ട് വിളിച്ച് പറയും അതിങ്ങനെ സാധനം എറണാകുളത്ത്. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി അങ്ങോട്ട് സപ്ലൈ ചെയ്യും, ഡെലിവറി. പിന്നെ ഈ തുണികൾ ചപ്പലൊക്കെ ഇവിടെ ബോംബെയിൽ വളരെ ചീപ്പാണ്. ഇതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഇതെല്ലാം നല്ല വീട്ടി, ദാദർ, ഉല്ലാസ് നഗർ, അവിടെയൊക്കെ ഹോൾസെയിൽ കിട്ടും. അവിടെയെല്ലാം ചീപ്പ് റേറ്റിൽ കിട്ടും. ഇവിടെ അടുത്തൊക്കെ അമ്പലമൊക്കെ ഇഷ്ടംമാരുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട്, എല്ലാം അടുത്തന്നെ. പിന്നെ ക്ഷേത്രത്തിന്റെ പരിപാടികളിലൊക്കെ ഇല്ല, നമുക്കൊന്നും ആ സമയമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ രാവിലെ ഓഫീസിലേക്ക് 9 മണിയാകുമ്പോൾ ഇവിടെ എത്തും, രാത്രി 10-11 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തും. ഇപ്പൊ നിങ്ങളുടെ ഈ ഓഫീസിന്റെ അല്ലെങ്കിൽ ഈ ശാന്ത റോഡ്വേസിന്റെ ബ്രാഞ്ചസ് വേറെ എവിടെയെങ്കിലും? ഇല്ല, എവിടെയില്ല. എന്താ ഇനി തുടങ്ങാത്ത ബ്രാഞ്ച്? അതിന്റെ പിറകിൽ ആൾക്കാരും വേണ്ടേ. ഇപ്പൊ എത്ര വർക്കേഴ്സ് ഉണ്ട് ഇവിടെ? 3 പേരുണ്ട്. ഒന്നുമില്ലെങ്കിലും ചെറിയ രീതിയിൽ എന്ന് പറയുന്നില്ല, 3 പേർക്ക് ജീവിതം നൽകിയിട്ടുണ്ട്. അത് മഹാരാഷ്ട്രക്കാരനെ ഇവിടെയുള്ള ആൾക്കാരാണ് നമ്മുടെ സ്റ്റാഫ്. അത് ഓഫീസ് സ്റ്റാഫാണ്. ഓഫീസ് സ്റ്റാഫ്. ഇപ്പൊ ഈ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഒക്കെ ആൾക്കാര് അത് നമ്മുടെ യൂണിയന്റെ ആൾക്കാരുണ്ട്. അവരും 2-3 പേരുണ്ട്. അവര് ഇതിന്റെ കൂടെ പോകും. നമ്മുടെ നാട്ടിലുള്ള യൂണിയന്റെ ആ വക ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. നാട്ടിലെ യൂണിയന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. അവിടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ചെയ്താലും ചെയ്തില്ലെങ്കിലും പൈസ മേടിക്കുന്നവര് ഇവിടെ ആ ഒരു കാര്യമില്ല. ഇവിടുത്തെ യൂണിയൻകാര് നല്ല ആൾക്കാരാണ്. അവർ വളരെ ഡീസൻ്റ് ആണെങ്കിൽ അവർ അന്യായ കാശൊന്നും വാങ്ങൂല. അവർക്ക് മിനിമം കിട്ടാനുള്ള ആ കാശ് അവർ വാങ്ങും. പിന്നെ പേഴ്സണൽ ജീവിതത്തിൽ കിടക്കാം. കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലങ്ങളായി? കല്യാണം കഴിഞ്ഞിട്ട് 2006 കല്യാണം. 4 കൊല്ലങ്ങളായി. 4 വർഷം. കുട്ടികളായിട്ടുണ്ടോ? കുട്ടികളായിട്ടില്ല. കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് കുട്ടി മരിച്ചു. അത് പറഞ്ഞെങ്കിൽ BP ഹൈ ആയിട്ട്. ദൈവം ഒരു രീതിയിൽ പരീക്ഷിച്ചതാണ്. ഫ്യൂച്ചറിൽ ഇരട്ട കുട്ടികളായിട്ട് തന്നെ. അപ്പൊ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്? ഇല്ല, വീട്ടിലാണ്. ഒറ്റയ്ക്ക് അവർക്ക് ഇരിക്കുമ്പോൾ അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടല്ല. ഇപ്പൊ വീട്ടിൽ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇന്ന് പിന്നെ TV-യിൽ ഇഷ്ടംമാതിരി പ്രോഗ്രാം. TV മാത്രമേ ഉള്ളൂ? അല്ല, TV-യിൽ ഇഷ്ടംമാതിരി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി പിന്നെ
ഭക്ഷണത്തിൻ്റെ ഇതെല്ലാം കാര്യം കഴിയുമ്പോൾ ബോംബെയിൽ ആണെങ്കിൽ സമയം തന്നെ പോകും. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോകും. അടുത്ത് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. എപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഇല്ല ഇല്ല ഇല്ല. അതെ അതെ അതെ, നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കൂല, എല്ലാം വീട്ടിൽ തന്നെ. പിന്നെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട്. ഇവിടെ താമസിക്കും. ഗൾഫിൽ പോകുന്ന നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വന്നിട്ട് ഗൾഫിൽ പോവാറുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ് വരുമ്പോൾ തീർച്ചയായിട്ടും പറയല്ലോ, നിങ്ങൾ ഒരു കാലത്ത് മോഹിച്ച് വന്ന അതേ സംഭവം കൊണ്ട് എനിക്ക് ബോംബെ കാണണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. ഈ ബോംബെ കാണണം എന്ന് പറഞ്ഞ് വരുന്നവരെ ഏതൊക്കെ സ്ഥലത്തേക്കാണ് കൂട്ടിയിട്ട് പോയി ബോംബെ? ഇവിടെ മെയിൻ പറഞ്ഞെങ്കിൽ ഗേറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ അവിടെ കോളാബേല്, പിന്നെ കോളാബേൽ പറഞ്ഞെങ്കിൽ മുമ്പ് ബ്രിട്ടീഷുകാരിലുണ്ടായ അവിടെയുള്ള കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ മഹാലക്ഷ്മി ടെമ്പിൾ, പിന്നെ ജൂ ബീച്ച്, പിന്നെ ഹരേകൃഷ്ണ ടെമ്പിൾ. അതെ അതെ, അവിടെ എല്ലാം ഒന്ന് കറക്കി വീട്ടിലേ ഉള്ളൂ. പിന്നെ ബോംബെ കാണാൻ അത്രയല്ലേ ഉള്ളൂ. പിന്നെ കുറെ വലിയ വലിയ മോൾസ് ഉണ്ട്. അതെ അതെ അതെ, അതില് പറ്റൂല. പിന്നെ ഇടക്ക് എങ്ങനെങ്കിലും ആവശ്യം വരുമ്പോൾ അവിടെ ഒന്ന് പോകുന്നല്ലാതെ മെയിനായിട്ട് ഗേറ്റ് ഓഫ് ഇന്ത്യ ഇതൊക്കെയാണ്. അതെ അതെ, ഇവിടെ സിനിമകളൊക്കെ വരാറുണ്ട്. ഞാൻ കാണാറില്ല, നമുക്ക് സമയമില്ല. മാട്ടുങ്കയിൽ ആണെങ്കിൽ മാട്ടുങ്കയിലെ സിനിമ, മലയാള സിനിമ എപ്പോഴും ഉണ്ട്, ഇവിടെ വാശിയിലുണ്ട്. പക്ഷെ നമുക്ക് സമയം ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ തന്നെ TV-യിൽ തന്നെ എത്ര, ഇപ്പോൾ സൂര്യയില്, ഏഷ്യാനെറ്റില്, എല്ലാറ്റിലും ഇഷ്ടംമാര് പടമുണ്ട്. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പുറത്തുനിന്ന് തിയേറ്ററിൽ പോയിട്ട് സിനിമ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ താഴെ 1-2 പേര് ഒരു സമയം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഐഡിയ? അതെ അതെ. ഈ ബിസിനസ് അല്ലാതെ ഇതിന്റെ ഒപ്പം റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ? ഇല്ല ഇല്ല, താല്പര്യമില്ല. തൽക്കാലം താല്പര്യമില്ല എന്നാണോ, ഈ ഫ്യൂച്ചറിൽ ഇല്ല എന്നാണോ? അല്ല, ഇപ്പോൾ തൽക്കാലം താല്പര്യമില്ല. പിന്നെ ഈ ജീവിതത്തിൽ, ഈ ബിസിനസ് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ, അല്ല മോഹനൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത്? നമ്മുടെ ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം.